നദി നീന്തിക്കടക്കാൻ റാണി എന്നെ വെല്ലുവിളിച്ചു. ഇതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ്? റാണി ചലഞ്ചഡ് മീ ടു സ്വിം ഓവർ ദ റിവർ. റാണി ചലഞ്ചഡ് മീ ടു സ്വിം എക്രോസ് ദി റിവർ. ഓവർ, എക്രോസ് എന്നീ രണ്ട് പ്രിപ്പസിഷനിൽ ഏത് പ്രിപ്പസിഷൻ ചേർത്ത് എഴുതുമ്പോഴാണ് ഇതിൻ്റെ ഉചിതമായ ട്രാൻസ്ലേഷൻ ആകുന്നത്? അപ്പോൾ അതിന് എക്രോസും ഓവറും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. യൂസ് എക്രോസ് വെൻ റെഫറിങ് ടു മൂവ്മെൻറ്റ് ഫ്രം വൺ സൈഡ് ഓഫ് എ ഫ്ലാറ്റ് സർഫേസ് ടു അനദർ. യൂസ് ഓവർ വെൻ റെഫറിങ് ടു മൂവ്മെൻറ്റ് എബവ് ഓർ ഓവർ ആൻ ഒബ്സ്റ്റക്കിൾ. അതായത് പരന്ന പ്രതലത്തിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്കുള്ള ചലനത്തെ പരാമർശിക്കുമ്പോൾ എക്രോസ് എന്ന പ്രിപ്പോസിഷനും ഒരു വസ്തുവിന് മുകളിലേക്കോ മുകളിലൂടെയോ ഉള്ള ചലനത്തെ പരാമർശിക്കുമ്പോൾ ഓവർ എന്ന പ്രിപ്പോസിഷനും ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ട്രാൻസ്ലേഷൻ.